സോ ഗൈസ്, ഇത് ആപ്പിൾ വാച്ച് സീരീസ് 10, ഇത് 16 Pro Max. ഞാനൊരു രസം കാണിച്ചു തരാം ഇതിൽ. അതായത് ജസ്റ്റ് നമ്മൾ ഇത് ഓണാക്കി നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് നമ്മൾ നേരെ BMW ഒഫീഷ്യൽ ആപ്പ് എടുത്തു. അപ്പോൾ അത് നിങ്ങൾ കാണുന്ന ഒഫീഷ്യൽ ആപ്പാണ്. ഇപ്പോൾ വണ്ടി ലോക്ക് സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ നേരെ നമ്മൾ സ്ക്രോൾ ചെയ്തു, ഇവിടെ പോയിട്ട് നമ്മൾ അൺലോക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനാണെങ്കിലും നേരെ അവിടെ പോവുക, ലോക്ക് കൊടുക്കുക, സെൻഡിങ് ടു BMW എന്ന് കാണിക്കും. വണ്ടി ഇത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിട്ടുണ്ട്. ഇത് എവിടെ നോക്കുകയാണെങ്കിൽ ലോക്ക് ഡോർ വാസ് സക്സസ്ഫുള്ളി സെൻഡ് ടു BMW എന്ന് കാണിക്കും. വാച്ച് വെച്ചിട്ട് നമ്മുടെ BMW അൺലോക്ക്, ലോക്ക് സംഭവങ്ങളെല്ലാം നമുക്ക് വാച്ച് ത്രൂ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന. രണ്ടിലും അറ്റ് എ ടൈം ഓപ്പൺ ആക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇത് 16 Pro Max, ഇത് 15 Pro Max. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി നമുക്ക് S24 Ultra വേഴ്സസ് 15 Pro Max. ഓക്കെ, അപ്പോൾ രണ്ടിലും BGMI അറ്റ് എ ടൈം നമുക്ക് ഓപ്പൺ ആക്കാൻ പോവാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ 16 Pro Maxും അതേപോലെ തന്നെ ഒരുപാട് നാൾ കാത്തിരുന്ന നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 10. അപ്പോൾ നിങ്ങളിപ്പോൾ 16 Pro Max നിങ്ങൾ ഒരുപാട് അൺബോക്സിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, കാരണം കുറച്ച് ലേറ്റ് ആക്കാൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ആപ്പിൾ വാച്ച് എൻ്റെ ഒരു ബിഗ് അപ്ഗ്രേഡാണ്. കാരണം നമ്മളിപ്പോൾ ഐഫോൺ ആണെങ്കിൽ നമ്മൾ എല്ലാ ഇയറും നമ്മളിപ്പോൾ ആസ് എ ഗെയിമർ എന്ന രീതിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വാച്ച് ഞാൻ ഒരു മേജർ അപ്ഗ്രേഡ് തന്നെ പറയാം. അതായത് എൻ്റെ എന്താ പറയുക, ഞാൻ പണ്ട് കൊച്ചി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് ഞാൻ അന്നൊരു ആപ്പിൾ വാച്ച് സീരീസ് 5 വാങ്ങിയത്. ഏകദേശം എനിക്കൊന്നൊരു 5 വർഷമൊക്കെ ഉണ്ടാവും തോന്നുന്നത്. ഇത് കണ്ടില്ലേ, അന്ന് വാങ്ങിയിട്ടുള്ള ആപ്പിൾ വാച്ചാണ്, സീരീസ് 5 ആണ്. ഈ ഒരു വാച്ച് ഞാൻ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഇതും പിന്നെ എൻ്റെ കയ്യിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വരെ കറങ്ങുന്ന വാച്ചുള്ളത്, ഇതും ഞാൻ രണ്ടും മാറിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസ് 5 നിന്ന് ഡയറക്റ്റ് സീരീസ് 10 ഒരു അപ്ഗ്രേഡാണ് ഇത്രയും കാലത്ത്. കാരണം ഇതിൻ്റെ ബാറ്ററി ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റാഷ് ബ്രോ ആണ് ഇതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫോണും വാച്ച് എല്ലാം സെറ്റാക്കി തന്നു. അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ടു റാഷ് ബ്രോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ സാധനം തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത് ട്രിവാൻഡ്രം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ലൂസിഫറിൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം പോയിട്ട് നമുക്ക് ആക്ച്വലി സെയിം ടൈം തന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് എന്താ പറയുക ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഗീക്ക് ബോസ് വെച്ചിട്ട്. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഞാൻ ഗീക്ക് ചെയ്ത് കളഞ്ഞതാ. അവനൊന്നും വേണ്ട നമ്മുടെ ടിവിയില്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ അവിടുന്ന് അൺബോക്സ് ചെയ്യണം വിചാരിച്ചു. പക്ഷെ അവിടുന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പരിപാടി നടന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. അയ്യോ, ഇതോടെ വെച്ചാൽ പറന്നു പോകും. അടിയിൽ വെക്കാം, അങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ കുറേ അൺബോക്സിംഗ് ഒക്കെ ചിലതൊക്കെ കണ്ടിട്ട് ഗ്രഗൊക്കെ പിടിച്ചിട്ട് കിടക്കുമ്പോൾ ഒറ്റ വീണലാണ് നിലത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ടീഷർട്ടും ഇത് തമ്മിൽ കറക്റ്റ് മാച്ചാണ്, ഈ സാധനം കളർ തമ്മിൽ. അപ്പോൾ ഈ സാധനം പുറത്തൊക്കെ ആയിട്ട് അയ്യോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്റാനിയം ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറാണ്. കാരണം ഈ ഇയറിലെ സ്പെഷ്യൽ കളറാണ്. അപ്പോൾ ഇത് തന്നെ എടുത്തുള്ളത്. മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറ കൺട്രോൾസും കാലം ഡബിൾ ടാപ്പ് ചെയ്യുക, ക്യാമറ മോഡുകൾ, അതായത് ഏത് മോഡാണ്, സൂമിൻ, ലെൻസ് കാര്യങ്ങൾ, അങ്ങനെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം എല്ലാത്തിലും ഉള്ള സംഭവമാണ്. ഇതിൻ്റെ എനിക്കൊന്നൊരു മേജർ അപ്ഗ്രേഡ് എനിക്ക് നമുക്ക് കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഐഫോണിൻ്റെ ബാറ്ററി കുറച്ച് ഇതാണ്, പക്ഷേ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ iOS 18 അപ്ഡേറ്റിൽ നമുക്ക് ഇതിൻ്റെ ഡാർക്ക് മോഡ് കാര്യങ്ങളൊക്കെ വന്നുള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഡാർക്ക് മോഡ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഡാർക്ക് മോഡ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡാർക്ക് മോഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ജസ്റ്റ് കൊള്ളാം, അല്ല ഈ ഒരു കളർ ഒരു പ്രീമിയം, ഒരു പഴയ മറ്റേ ഗോൾഡ് ഒക്കെ ഗോൾഡ് അല്ല, പക്ഷെ ഒരു ടൈറ്റാനിയം ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ രസമുണ്ട് കളറും കാര്യങ്ങളൊക്കെ. നോക്ക്, ഒരു അമ്മ വെച്ച 2 മക്കൾ. ജസ്റ്റ് കളർ, ക്യാമറ നോക്ക്, എല്ലാം ഒരേപോലെ. ബട്ടൺസ്, ക്യാമറ, സൈഡ് ബട്ടൺസ്, ഇവിടെ പവർ ബട്ടൺ, ആകെ ഈ ഒരു ക്യാമറ ബട്ടൺ മാത്രം വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് മൈൻഡിലേക്ക് എത്രത്തോളം വരും എന്നൊക്കെ അറിഞ്ഞുകൂടാം. നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് നമ്മുടെ സീരീസ് 5 ശേഷം ഉള്ള ഒരു മേജർ അപ്ഗ്രേഡാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത് അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും തോന്നുന്നു. തുറക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ വാച്ചിൻ്റെ കുറച്ച് പാറ്റേണും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഡീഫോൾട്ടായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഇൻബിൽഡായിട്ട് കിട്ടുന്ന ഒരു സ്ട്രാപ്പ്, ഒരു ബ്ലൂ ഒരു മറ്റേ സ്ട്രാപ്പാണ്. ജസ്റ്റ് കൂടെ വെക്കട്ടെ. പെട്ടി മാറ്റി കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ആപ്പിൾ വാച്ച്
സീരീസ് 10 ജെറ്റ് ബ്ലാക്ക് ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. അയ്യോ, എനിക്കൊന്ന് കുറേ സീരീസിന് ശേഷമാണ് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബ്ലാക്ക് വാച്ച്, ഫുൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളർ ഡിസൈൻ ഇറക്കിയിട്ടുള്ളത്. എനിക്കൊന്ന് ഇത് സീരീസ് 9 ഇതിലോട്ടുള്ള മേജർ അപ്ഗ്രേഡും എനിക്കൊന്ന് ഇത് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി സ്ലിമ്മർ ആയിട്ടുണ്ട്. ഇതാണ് സീരീസ് 5 വരുന്നത്. സീരീസ് 10 തമ്മിൽ കണ്ടില്ലേ, സീരീസ് 5 ഇപ്പോൾ എന്തായാലും ഇതിലോട്ട് ഒബിയസ്ലി എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. പെർ സെക്കൻഡ് വരെ നമുക്ക് ഇതിലിങ്ങനെ മറ്റേ ഓൾവേസ് ഓണിൽ ഇത് കാണും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സ്ട്രാപ്പാണ് കിട്ടുന്നത്. എനിക്ക് ഫുൾ ബ്ലാക്ക്, ഈ ജെറ്റ് ബ്ലാക്ക് ആണ്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള സ്ട്രാപ്പാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കുറച്ച് സ്ട്രാപ്പുകൾ, ഈ ഒരു സ്ട്രാപ്പ് വാങ്ങി, ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു സ്ട്രാപ്പ് ഇതിന് വേണ്ടി വാങ്ങി, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രാപ്പ് വാങ്ങി. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രാപ്പ്, അതായത് സെയിം ഇതിൻ്റെ ഇത് ഒരു ഡാർക്ക് ബ്ലൂ, ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. പക്ഷേ ഇത് ഞാൻ ആപ്പിൾ വാച്ചിൻ്റെ ഈ ഒരു സീരീസ് 5 വാച്ചിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് ഞാൻ ദുബായ് പോയപ്പോൾ അവിടെ നിന്ന് അന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം അടുത്ത് കുറേ ആഴ്ച ശേഷം നോക്കുമ്പോഴാണ് കണ്ടത് ഈ സാധനം ഏതൊരു പെട്ടിക്കകത്ത് ഇരിക്കുന്നത്. നമ്മുടെ എനിക്കൊന്ന് ആ ദുബായ് അൺബോക്സിങ് പെട്ടി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിന്ന് ഞാൻ പിന്നെ എടുത്ത് ബാഗിൽ വെച്ചാണ് നമുക്ക് ഇനി എപ്പോഴേലൊക്കെ വാച്ച് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കാണിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇത് ആപ്പിൾ വാച്ച് സീരീസ് 5ൻ്റെ പെട്ടിക്കകത്ത സാധനം. അയ്യോ, അപ്പോൾ ഇത് വെക്കേണ്ട സാമഗ്രികൾ വെച്ചാൽ സെറ്റ് ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡ് കൂടെ വെക്കട്ടെ. ഓക്കെ, എൻ്റെ അമ്മേ ഫൈനലി വെച്ച്. അപ്പോൾ എൻ്റെ പിന്നെ കുഞ്ഞ് കൈയാണ്ട് കുറച്ച് വാച്ച് ചെറിയൊരു വലുപ്പമുണ്ട്. ഞാൻ അൾട്ര ഉണ്ടായിരുന്നു. അൾട്ര നോക്കിയാൽ അവിടെ ഭയങ്കര വലുപ്പമാണ് എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ ഒട്ടും മാച്ചല്ല അൾട്ര. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഫുൾ ബ്ലാക്ക് സംഭവങ്ങളായിട്ട് ഈ ഒരു സ്ട്രാപ്പ് ഫുൾ ബ്ലാക്ക്. പിന്നെ വൈറ്റ് ഉണ്ട്, സെയിം വൈറ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഊരാനായിട്ടാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഊരുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് നമ്മൾ വാച്ച്. കാരണം ഇപ്പോൾ തന്നെ എനിക്കത് പറഞ്ഞ് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട്, ഈ ഒരു വാച്ചാണെങ്കിലും ഫോണാണെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള, എനിക്കൊരു 1 വീക്കോ അല്ലെങ്കിൽ 1 മന്ത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനത് ഇതാക്കിയിട്ട് പറയാം. ഒരു പ്രത്യേകത ഉണ്ട്, ഇത്രയും കാലം ഞാൻ പേഴ്സണൽ ഫോണാക്കി യൂസ് ചെയ്തിരുന്നത് S24 അൾട്രയും, ഗെയിമിംഗ് ആയിട്ട് ഞാൻ 15 Pro Max ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഇപ്രാവശ്യം ഞാൻ ഈ ഒരു 16 Pro Max ആസ് മൈ പേഴ്സണൽ ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ കുറച്ച് കാലം ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എനിക്ക് ത്രൂ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഈ വാച്ചും ഇതും കൂടെ ആകുമ്പോൾ പെയറാണ്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഞാൻ അത് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഈ ഒരു ബ്ലൂ ഇതിൻ്റെ കൂടെ വരുന്ന ബ്ലൂ വരുന്നത്. പക്ഷേ ഈ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇവർക്ക് അതിൻ്റെ കൂടെ ഒരു ഫുൾ ബ്ലാക്ക് ഈ ഒരു കളർ കുഴപ്പമില്ല എന്ന് പറയാം. എനിക്കൊന്ന് ഇട്ടൊക്കെപ്പോൾ എനിക്കൊന്ന് ഫുൾ ബ്ലാക്കാണ് ഒന്നുകൂടി വൃത്തിയുള്ളത്. സോ ഗൈസ്, ഇത് ആപ്പിൾ വാച്ച് സീരീസ് 10, ഇത് 16 Pro Max. ഞാനൊരു രസം കാണിച്ചു തരാം ഇതിൽ. അതായത് ജസ്റ്റ് നമ്മൾ ഇത് ഓണാക്കി നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് നമ്മൾ നേരെ BMW ഒഫീഷ്യൽ ആപ്പ് എടുത്തു. അപ്പോൾ അത് നിങ്ങൾ കാണുന്ന ഒഫീഷ്യൽ ആപ്പാണ്. ഇപ്പോൾ വണ്ടി ലോക്ക് സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ നേരെ നമ്മൾ സ്ക്രോൾ ചെയ്തു, ഇവിടെ പോയിട്ട് നമ്മൾ അൺലോക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് അൺലോക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെൻഡിങ് ടു യുവർ BMW എന്ന് പറഞ്ഞ് കാണിക്കും. ഇനിയിപ്പോൾ നോക്കിക്കോ, നേരെ അത് BMW കാർ റിക്വസ്റ്റ് പോയി. ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ കാണില്ലേ, വണ്ടി അതേ അൺലോക്ക് ആയിട്ടുണ്ട്. അൺലോക്ക് ഡോർസ് ഫോർ സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ BMW എന്ന് പറഞ്ഞത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനാണെങ്കിലും നേരെ അവിടെ പോവുക, ലോക്ക് കൊടുക്കുക, സെൻഡിങ് ടു യുവർ BMW എന്ന് കാണിക്കും. വണ്ടി ഇതേ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിട്ടുണ്ട്. ഇതേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ ലോക്ക് ഡോർ വാസ് സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ BMW എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഒന്ന് ഫ്ലാഷ് ചെയ്യാനാണെങ്കിൽ സക്സസ്ഫുൾ സെൻഡ് കാണിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൻഡിങ് ടു യുവർ BMW പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ നേരെ റിക്വസ്റ്റ് പോയി ഇതേ BMWൻ്റെ ഹെഡ്ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഫ്ലാഷ് ലൈറ്റ് സക്സസ്ഫുള്ളി സെൻഡ് യുവർ BMW, ലോക്ക് ഡോർ സക്സസ്ഫുള്ളി സെൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ വാച്ച് വെച്ചിട്ട് നമ്മുടെ BMW അൺലോക്ക്, ലോക്ക് സംഭവങ്ങളെല്ലാം നമുക്ക് വാച്ച് ത്രൂ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു സംഭവമാണ് ഇതിലുള്ളത്. അപ്പോൾ അവിടെ നമ്മളങ്ങനെ റൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വാച്ചിന് ചാർജ് ഒന്നും ചെയ്ത് കാണിക്കണം. പണ്ട് 5 കൊല്ലം മുന്നേ ആണ് ഞാൻ ഇതേപോലെ ഈ ഒരു ആപ്പിൾ വാച്ച് അൺബോക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്നാണ് പിന്നെ ഈ ഒരു ആപ്പിൾ വാച്ചിലോട്ടുള്ള ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ചാർജിങ് കേബിൾ കാര്യങ്ങളൊക്കെ മാഗ്നറ്റാണ്. അതേപോലെ തന്നെ ഞാൻ എക്സ്ട്രാ എടുത്തുള്ളത് വെച്ചാൽ ഇതിന് വേണ്ടിയുള്ള ഐഫോണിന് വേണ്ടിയുള്ള ഒരു സിലിക്കൺ ഈ ഒരു കവർ ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഈ ഒരു ഐഫോണിനാണെങ്കിലും ഇപ്പോൾ S24 ആണെങ്കിലും ഏത് ഫോണാണ് ഞാൻ പേഴ്സണൽ യൂസ് ചെയ്യുന്നത്, ഞാൻ കവർ ഇടാറില്ല. കവർ ഇടാണ് അത്രയും കാലം യൂസ് ചെയ്യാറുള്ളത്.
ഇതുവരെയായിട്ടും അങ്ങനെ അങ്ങനെ വീണിട്ട് അങ്ങനെ മേജറായിട്ടുള്ള ഒരു ക്രാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഫോൺ അത്രയും ഇതായിട്ട് തന്നെ നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ നിലത്ത് വീണിട്ട് പൊട്ടുന്ന ഒരു സംഭവം വന്നിട്ടില്ല. എനിക്ക് ഈ കവർ ഭയങ്കര ഡിസ്കംഫർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് 3-4 കൊല്ലമായിട്ട് ഞാൻ കവർ ഇടാണ്ടാണ് ഞാൻ എല്ലാ ഫോണും യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കും. സ്ക്രീൻ ഗാർഡ് വരുന്ന ബാക്കിൽ ഒട്ടിക്കാൻ പറ്റുന്ന സ്ക്രീൻ ഗാർഡ് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഒട്ടിക്കും. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഭംഗി തോന്നി. ഞാൻ പാണ്ട ഇവിടെ വന്നത്, അപ്പോൾ പാണ്ട അവൻ്റെ ഫോണിലിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സാധനം ആ ഷോപ്പിൽ പോയിട്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് എടുത്തതാണ്. അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ ഈ ഒരു കളറിന് കണ്ടോ നല്ല മാച്ചും ഉണ്ട്. കണ്ടോ മാച്ചിങ് ആയിട്ട് ഈ കളറിന് നല്ല മാച്ചും ഉണ്ട്. ഭയങ്കര ഒരു എല്ലാ സൈഡും പ്രൊട്ടക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ചാലൊക്കെ ക്യാമറയും കാര്യങ്ങളും എല്ലാം പ്രൊട്ടക്റ്റ് ആവുന്ന രീതിക്കുള്ള ഒരു എന്താ പറയുക ഒരു ബാക്ക് കവറാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് മാക്സ് സേഫ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കവർ കൂടിയാണ്. അപ്പോൾ ഇത് കൊള്ളാം. കുറച്ചാലും നമ്മൾ കവർ ഇട്ട് യൂസ് ചെയ്ത് നോക്കട്ടെ. ആഫ്റ്റർ ഓൾ എന്തായാലും നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആകാൻ പാടില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 iPhone 15 ഇതിലും ഫസ്റ്റ് BGMI ഓപ്പൺ ആക്കി നോക്കി. ഇതിലും പെട്ടെന്ന് ഓപ്പൺ ആകാൻ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ രണ്ടിലും അറ്റ് ടൈമേ ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, എൻ്റെ ഇത് 16 Pro Max, ഇത് 15 Pro Max. ഓക്കെ, എടോ ഓടയോടി ഇത് വന്നിട്ടോ. കമോൺ, ഇത്ര ഡിഫറൻസ് ഉണ്ടോ ലോഡിങ്ങിൽ? ഞാൻ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നുകൂടെ നോക്കി നോക്കാം. നമുക്കൊരു സെയിം അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ 2 സ്ഥലത്തും ഇതാണ് വന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ 2ലും ലോഗൗട്ട് ചെയ്യാം. 2 സ്ക്രീനിൽ ഞാൻ 2ലും ലോഗൗട്ട് ചെയ്തിട്ടുണ്ട്. ലോഗിൻ സ്ക്രീൻ വരെ വരുന്നവരുടെ ഏതാണ് ഫസ്റ്റ് വരുന്നത് നോക്കാം. ഒരു ബെസ്റ്റ് ഓഫ് 3 നോക്കി നോക്കാം. 3ാമത്തിൽ നോക്കാമല്ലോ. അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇത് 16, ഇത് 15 Pro Max ആണ്. 16 Pro Max 15 Pro Max നോക്കാം. ഇതാ നല്ല ഡിഫറൻസ് ഉണ്ടോ? ഇത് സാധനം വന്ന് അയ്യോ ഭയങ്കര ഡിഫറൻസ്. ഒന്ന് നോക്കി നോക്കാം. രണ്ടാമത്തോട്ടം നോക്കി നോക്കാം. ഇത്രയും ഫാസ്റ്റർ ആയിട്ടുണ്ടോ ഗെയിം ഓപ്പൺ ആവുന്നത്? റെഡി 1 2 3 സ്റ്റാർട്ട്. 16 15 വന്ന് സാധനം ഓപ്പണായി. ഇവിടെ ഇപ്പോഴെത്തിയില്ല. ഇപ്പോഴെത്തുന്ന ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. ഓയ്യോ, അത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഗെയിം ഓപ്പണിങ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട്. 2 ഫോണും iOS 18 അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അത് നോക്കണ്ട. 2ലും ഞാൻ ലേറ്റസ്റ്റ് 18 തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി നമുക്ക് S24 Ultra വേഴ്സസ് 15 Pro Max BGMI സെയിം നമുക്ക് ലോഡാവുന്ന ഏതാന്ന് നോക്കിയാലോ. ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി. 2ഉം റീസെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് BGMI എടുക്കാം. BGMI where is my BGMI? ഓക്കെ, അപ്പോൾ 2ലും BGMI അറ്റ് എ ടൈം നമുക്ക് ഓപ്പൺ ആക്കാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. 15 Pro Max S24 Ultra. ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി. കൊള്ളാം. ഒന്നുകൂടെ. അപ്പോൾ ഒന്നുകൂടെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഏതില്ലേ ഇവിടെ സെക്കൻഡിൽ വന്ന് ഇവിടെ വന്ന് ലെഫ്റ്റിൽ വന്ന്. ഓക്കെ, ഡൺ. ഓക്കെ, റെഡി 1 2 3 ഹിയർ വി ഗോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഇതും കൂടെയാണ് കാണിച്ചു തരാം എത്രത്തോളം ഫാസ്റ്റാണ് ലോഡിങ്ങിൻ്റെ കാര്യത്തിൽ, ഗെയിം ലോഡിങ്ങിൻ്റെ കാര്യത്തിൽ. ഇവിടെ സാധനം വന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാച്ച് ഫേസ് വരുന്നത്. നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈവൻ സെക്കൻഡ് സൂചി വരെ നമുക്കിങ്ങനെ കൂടുന്നുണ്ടല്ലോ. നമുക്കിങ്ങനെ കൂടുന്നതനുസരിച്ച് ഇങ്ങനെ സംഭവങ്ങൾ കൂടും. അപ്പോൾ ഞാൻ ഈ ഒരു വാച്ചും ഈ ഒരു ഐഫോണും ഞാൻ കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് ഒരു മാസത്തിലേക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് ഞാനിത് പേഴ്സണൽ ഫോൺ ആക്കാൻ പോവുകയാണ് 16 Pro Max എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത് ഐഫോൺ നമ്മുടെ പേഴ്സണൽ ഫോൺ ആക്കി കഴിഞ്ഞാലുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഇതാക്കിയിട്ട്
ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആർക്കും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺസബ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് സബ് ചെയ്താൽ മേ ബി വരുമായിരിക്കും. കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന ഇഷ്യൂ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് എല്ലാവരും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണാം. സ്കാഷ് റണ്ണിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.